നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ അങ്ങനെ ആരംഭിക്കുകയാണ്. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ നമുക്കറിയാം പല ഗ്രാമങ്ങളും ഒക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. മലയാളികളടക്കം ഒരുപാട് പേർ അവിടെ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയൊക്കെ വേഗം നാട്ടിലെത്തിക്കാനാകട്ടെ. ഈ താരിഫ് വിഷയം അത് ഇന്ത്യക്കും US-നും ഇടയിലെ തർക്കം പുതിയ മാനങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. ഇന്ത്യക്ക് ഇരുട്ടടിയായ ട്രംപിൻ്റെ ഒരു തീരുമാനത്തിൽ കേന്ദ്രത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ രാജ്യ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മോശം കാലാവസ്ഥയും റോഡുകൾ തകർന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. ഗംഗോത്രിയിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ളവരെ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തെത്തിക്കും. ഇതുവരെ രക്ഷപ്പെടുത്തിയത് 190 പേരെ. %50 തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയുമായി ഇന്ത്യ. നടപടി യുക്തിരഹിതവും അന്യായവുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തില്ല. സ്ഥിതിഗതികൾ മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യും. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക്. ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്യാൻ ഇന്ന് ഇന്ത്യ സഖ്യയോഗം. അമേരിക്ക ചുമത്തിയ താരിഫ് വർധന പാർലമെന്റിൽ ഉന്നയിക്കും. ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറത്തിറക്കും. എയ്ഡഡ് സ്കൂളുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന വേണമെന്ന നിയമസഭാ സമിതിയുടെ ശുപാർശ 8 വർഷമായിട്ടും നടപ്പായില്ല. സ്വകാര്യ മാനേജ്മെന്റുകളുടെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കി സർക്കാർ. പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ തലസ്ഥാനത്ത് നിർമ്മിച്ച പ്രത്യാശ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. താക്കോൽ കൈമാറുന്നത് 400 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയായ 332 എണ്ണത്തിന്റെ. പദ്ധതിയിൽ ഇത്രയധികം വീടുകൾ ഒന്നിച്ചു കൈമാറുന്നത് ആദ്യമായി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിർണായക ചർച്ച ഇന്ന്. സാലറി കട്ട് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളുമായി ഇന്ന് കൂടിക്കാഴ്ച. AIFF തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് വൈകുന്നതിനാൽ ഇന്നത്തെ യോഗത്തിൽ മാത്രം പ്രശ്നപരിഹാരം സാധ്യമാകില്ല എന്ന് സൂചന. ഇന്നത്തെ വാർത്തകളിൽ ആദ്യം വരുന്നത് ഉത്തരാഖണ്ഡ് ദുരന്തം തന്നെയാണ്. നമുക്കറിയാം ഇനിയും ഒരുപാട് പേരെ അവിടെ കണ്ടെത്താനുണ്ട്. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. എന്തായാലും കാലാവസ്ഥ വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതിലെ ബുദ്ധിമുട്ടും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കെടാവർ നായകളെ എത്തിക്കാനാണ് ഇപ്പോൾ നീക്കം. 60-ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നിഗമനം. മലയാളികളായി 28 പേർ സ്ഥലത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. 28 പേരും ഗംഗോത്രിയിലെ ക്യാമ്പിലാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ വ്യോമമാർഗം വഴി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്കുള്ള ദേശീയപാത പലയിടത്തും തകർന്ന അവസ്ഥയിലാണ്. ഉത്തരകാശിയിലെ 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ട്രംപ് അധിക തീരുവ ചുമത്തിയത് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുമായിരിക്കും നടപടി. US നടപടി അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഒരു നീക്കം. സ്ഥിതിഗതികൾ മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യും. ഇന്ന് ചേരുന്ന പാർലമെന്റ് യോഗത്തിൽ താരിഫ് വർധന പ്രതിപക്ഷം ഉന്നയിച്ചു. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അർഹിച്ച പരിഗണന വേണമെന്ന നിയമസഭാ സമിതിയുടെ ശുപാർശ അതിപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 8 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സ്വകാര്യ മാനേജ്മെന്റുകളുടെ ഭീഷണിയാണ്. ആ ഭീഷണിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്.
സംസ്ഥാനത്തെ 7140 എയ്ഡഡ് സ്കൂളുകളിലായി 97,524 അധ്യാപകരും അനധ്യാപകരുമുണ്ടെന്നാണ് 2017 യുവജനക്ഷേമ നിയമസഭാ സമിതി നൽകിയ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ പട്ടികജാതിക്കാരായുള്ളത് 378 പേർ മാത്രം. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വെറും 75 പേരും. ഇതിൽ എയ്ഡഡ് മേഖലയിൽ അധ്യാപകന ജോലിയിൽ 161 ദളിതരും 43 പേർ ആദിവാസികളുമാണ്. ഓരോ വർഷവും നിരവധി നിയമനങ്ങൾ നടക്കുന്ന മേഖലയിൽ പട്ടിക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിന് മാത്രം പുരോഗതി ഉണ്ടാകാറില്ല. 11,480 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നെടുത്താണ് എയ്ഡഡ് അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം നൽകുന്നത്. കോടികളുടെ കോഴപ്പണത്തിൽ കെട്ടിപ്പൊക്കിയ എയ്ഡഡ് സ്ഥാപനങ്ങളെ തൊടാൻ സർക്കാരിന് കഴിയുന്നില്ല. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സമിതി 6 ശുപാർശകൾ മുന്നോട്ട് വച്ചിരുന്നു. നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അർഹിച്ച പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നുമായിരുന്നു ശുപാർശകൾ. കേരളത്തിലെ പല കാലങ്ങളിൽ വന്നിട്ടുള്ള കമ്മീഷനുകളുണ്ട്, എഡ്യൂക്കേഷൻ കമ്മീഷനുകൾ. അതായത് സർക്കാർ തന്നെ നിയമിക്കുന്ന ഒരുപാട്, ഇപ്പോൾ അനന്തമൂർത്തി കമ്മീഷൻ അതുപോലുള്ള ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം PSCക്ക് വിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു മെഷീനറി അത് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനിയൊരു നല്ല വാർത്തയിലേക്കാണ്, ഒരു പ്രത്യാശയുടെ ഒരു വാർത്ത. പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ തലസ്ഥാനത്ത് നിർമ്മിച്ച പ്രത്യാശ ഫ്ളാറ്റ് സമുച്ചയം ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 400 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയായ 332 എണ്ണത്തിന്റെ താക്കോൽ ദാനമാണ് നിർവഹിക്കുന്നത്. പദ്ധതിയിൽ ആദ്യമായാണ് ഇത്രയധികം വീടുകൾ ഒന്നിച്ച് കൈമാറുന്നത്. മഴ അകലെ എത്തുമ്പോഴേ തീരദേശ ജനതയുടെ നെഞ്ചിൽ ഭീതിയുടെ മുഴക്കമാണ്. പ്രായമായ അച്ഛനമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏതു നിമിഷവും കടലെടുക്കുന്ന വീടുകളിൽ രാവും പകലും ഭയന്നു കഴിയേണ്ട അവസ്ഥ. ഭീതി നിഴലിച്ച മനസ്സുകളിലേക്കാണ് പ്രത്യാശയുടെ ഭവനം എത്തുന്നത്. 552 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 2 മുറികളും അടുക്കളയും ഒരു ശുചിമുറിയും ഉൾപ്പെടുന്ന പ്രത്യാശയുടെ ഭവനം. 332 വീടുകളുടെ താക്കോൽ നാളെ കൊടുക്കും. ഒരു 2-3 മാസത്തിനുള്ളിൽ 68 ഫ്ളാറ്റുകൾ ഉൾപ്പെടെ മൊത്തം 400 ഫ്ളാറ്റ്, എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഫ്ളാറ്റാണ്. ഒരു 2 സെന്റ് സ്ഥലത്ത് എങ്കിലും ഒരു വീട് നിൽക്കുമ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപ വില വരും. ഒരു 20 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. 40 ലക്ഷം രൂപ ഒരു ഫ്ളാറ്റിന് വരുന്നു. അപ്പോൾ 400 ഫ്ളാറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെന്റ് നിർമ്മിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി. 400 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയായ 332 എണ്ണത്തിന്റെ താക്കോൽദാനമാണ് നിർവഹിക്കുന്നത്. 2ാം ഘട്ടത്തിൽ 68 ഫ്ളാറ്റുകളുടെ പണി പൂർത്തിയാക്കും. പുനർഗേഹം തീരദേശ പുനരധിവാസ പദ്ധതിയിൽ മുട്ടത്തറ വില്ലേജിൽ 2023 ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു ഫ്ളാറ്റിന് 20 ലക്ഷം രൂപയാണ് ചെലവ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPI കോട്ടയം ജില്ലാ സമ്മേളനം ഈ മാസം 8 മുതൽ 10 വരെ വൈക്കത്ത് നടക്കും. കഴിഞ്ഞ 3 വർഷം പാർട്ടിക്ക് കോട്ടയം ജില്ലയിൽ അഭിമാനകരമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായും ജില്ലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ നിലനിൽക്കുന്നില്ല എന്നും CPI ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. P. കൃഷ്ണപിള്ളയുടെ ജന്മനാടായ വൈക്കമാണ് ഇത്തവണ CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നത്. പൊതുസമ്മേളന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MPയും ഉദ്ഘാടനം ചെയ്യും. 11 മണ്ഡലങ്ങളിൽ നിന്നായി 325 പ്രതിനിധികൾ പങ്കെടുക്കും. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും അംഗസംഖ്യ ഉയർത്തുന്നതിലും വർഗ ബഹുജന സംഘടനകളിലെ അംഗത്വം വർദ്ധിപ്പിക്കുന്നതിലും വലിയ മുന്നേറ്റം കഴിഞ്ഞ 3 വർഷക്കാലം കോട്ടയം ജില്ലയിൽ ഉണ്ടായതായി ജില്ലാ സെക്രട്ടറി VB ബിനു പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മുമായി ജില്ലയിൽ നല്ല ബന്ധമാണ് പാർട്ടിക്കുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളുടെ എണ്ണം കൂടിയതിനെ തുടർന്ന് എല്ലാ ഘടകകക്ഷികൾക്കും കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നും കേരള കോൺഗ്രസ് വന്നത് ഇടതുമുന്നണിക്ക് മുതൽക്കൂട്ടാണെന്നും VB ബിനു പറഞ്ഞു. നമ്മൾ കേരള കോൺഗ്രസ് വന്നത് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായി, അത് തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് ചർച്ചകളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അതെല്ലാം വളരെ സൗഹൃദത്തോടു കൂടിയുള്ള ചർച്ചകളായിരിക്കും. അഭിപ്രായങ്ങൾ കാണും. CPIക്കുള്ള അഭിപ്രായങ്ങൾ പോലെ തന്നെ കേരള കോൺഗ്രസിനും കാണും, CPMനും കാണും. എല്ലാ പഞ്ചായത്തിലും ഓരോ മെമ്പർമാർ കൂടുതലുണ്ട്. ചിലത് 1-2 വരെ കൂടിയുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 1, 2, 3 വരെ കൂടിയ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഘടകകക്ഷികൾക്കും അർഹതപ്പെട്ടതുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ഉണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനത്തിൽ ജില്ലാ നേതൃനിരയിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. ജില്ലാ സെക്രട്ടറി VB ബിനു സ്ഥാനമൊഴിഞ്ഞേക്കും. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചാണ് ബിനു ജില്ലാ സെക്രട്ടറിയായത്. അമൃത ന്യൂസ്, കോട്ടയം.
CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം ഇന്ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തോടനുബന്ധിച്ചുള്ള റാലിയിൽ 6 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. നാളെയും മറ്റന്നാളുമായി പ്രതിനിധി സമ്മേളനം നടക്കും. ജില്ലയിലെ 17 മണ്ഡലം സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 410 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. നടുക്കുന്നൊരു ഓർമ്മ തന്നെയായിരുന്നു കരിപ്പൂർ വിമാന ദുരന്തം. രാജ്യത്ത് നടുക്കിയ ആ ഓർമ്മകൾക്ക് ഇന്ന് 5 ആണ്ടാവുകയാണ്. 21 പേർ മരിച്ച അപകടത്തിൽ പരിക്കേറ്റ 65 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. നാടിനെ നടുക്കിയ ദുരന്തത്തിൽ കൈമേയും മറന്നുള്ള നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനമാണ് നമുക്കറിയാം. അതൊക്കെയായിരുന്നു അന്ന് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ച് പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. സ്വന്തം ജീവൻ മറന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നാട്ടുകാർക്ക് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു നൽകിയാണ് പരിക്കേറ്റവരും മരിച്ചവരുടെ ബന്ധുക്കളും നന്ദി പ്രകടിപ്പിക്കുന്നത്. കോവിഡ് മഹാമാരിയിൽ ലോകം വിറങ്ങലിച്ചു നിന്ന 2020 ആഗസ്റ്റ് 7 രാത്രിയാണ് ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത്. ജീവനക്കാരടക്കം 190 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ 21 പേർ മരിച്ചു. പരിക്കേറ്റ 169 പേരിൽ 65 പേർ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കനത്ത മഴയിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് കോവിഡ് ഭീഷണിയെ വകവയ്ക്കാതെ നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത്. ലോകം വാഴ്ത്തിയ രക്ഷാപ്രവർത്തനത്തിന് പരിക്കേറ്റവരും മരണപ്പെട്ടവരുടെ ബന്ധുക്കളും ചേർന്ന് ഒരു സ്നേഹ സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് കൊണ്ടോട്ടിയിൽ. അടിസ്ഥാന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന കൊണ്ടോട്ടി നെടിയിരുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയാണ് നന്ദി പ്രകടനം. അപകടത്തിൽപ്പെട്ടവർ തങ്ങൾക്ക് ലഭിച്ച നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒരു വിഹിതം നൽകിയാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ സഹായത്തോടെ ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. വിമാനാപകടത്തിൽ പരിക്ക് പറ്റിയ ആളുകളും മരിച്ചവരുടെ ആശ്രിതരും അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഷുറൻസ് തുകയിൽ നിന്ന് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്ത് നെടിയിരുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രം ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകി. സെപ്റ്റംബർ ആദ്യവാരം മുഖ്യമന്ത്രിയുടെ കൂടി സൗകര്യം പരിഗണിച്ച് ആശുപത്രി കെട്ടിടം നാട്ടുകാർക്ക് തുറന്നുകൊടുക്കും. അമൃത ന്യൂസ്, മലപ്പുറം. എന്തായാലും ഇന്നും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത പറയുന്നത്. ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഉള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്യാൻ ഇന്ന് ഇന്ത്യ സഖ്യയോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ നമ്മൾ കണ്ടത്. അതേസമയം അമേരിക്ക ചുമത്തിയ താരിഫ് വർധനയും പാർലമെന്റിൽ പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കും. വിവിധ വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായേക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കെതിരെ 25% അധിക താരിഫ് ചുമത്താനുള്ള US തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത്. നടപടി അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ട് 4 മണിയോടെ മത്സര ചിത്രം എന്തായാലും പൂർണ്ണമായി അറിയാൻ കഴിയും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജി നന്ദ്യാട്ടും പി രാജേഷും മത്സരിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിയാദ് കുക്കറും പത്രിക നൽകിയിട്ടുണ്ട്. പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി വിശദമായ വാദത്തിന് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. 14-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അമേരിക്കയിലെ സൈനിക കേന്ദ്രത്തിൽ വെടിവയ്പുണ്ടായിരിക്കുകയാണ്. 5 സൈനികർക്കാണ് പരിക്കേറ്റത്. ജോർജിയ സംസ്ഥാനത്തെ ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക കേന്ദ്രത്തിലുണ്ടായ വെടിവയ്പിലാണ് സൈനികർക്ക് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 28-കാരനായ പട്ടാളക്കാരനാണ് വെടിയുതിർത്തത്. സ്വകാര്യ കൈത്തോക്ക് ഉപയോഗിച്ചായിരുന്നു ഇയാൾ വെടിവെച്ചത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാമ 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 പാഹി മാം. കർക്കിടക മാസത്തെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ 3 വിധത്തിലാണ് ആയുർവേദ ചികിത്സ പ്രയോജനപ്പെടുക എന്ന് അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ശ്രീജിത്ത് കർത്ത പറഞ്ഞു. രോഗപ്രതിരോധത്തിനും രോഗം മൂർച്ഛിക്കുന്നത് തടയുന്നതിനും വാർദ്ധക്യ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ആയുർവേദ ചികിത്സയിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഒന്ന്
രോഗം വരാതെ ചികിത്സിക്കുക, അതായത് രോഗപ്രതിരോധം എന്ന ആശയത്തിലൂന്നി ചികിത്സ ആഗ്രഹിക്കുന്നവർ. കാരണം കർക്കിടക മാസത്തിൽ ചികിത്സ ചെയ്താൽ പിന്നീടുള്ള ആ ഒരു കൊല്ലം രോഗങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി കർക്കിടക ചികിത്സ ചെയ്യുന്നവരുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് പനി, ചുമ, അതുപോലെ വാതരോഗങ്ങളുള്ളവർ, നടുവേദന, കഴുത്തുവേദന, മുട്ടുവേദന, ഇങ്ങനെയുള്ള നിരവധി വാതരോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ വളരെയധികം മൂർച്ഛിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ മൂർച്ഛിക്കപ്പെടുന്ന രോഗാവസ്ഥയ്ക്ക് വേണ്ടി ചികിത്സ അന്വേഷിച്ചെത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട് കർക്കിടക ചികിത്സയിൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം വാർദ്ധക്യ സഹജമായ രോഗാതുരതയുള്ളവരാണ്. സത്യം പറഞ്ഞാൽ വൃദ്ധന്മാർ ഉൾപ്പെടുന്ന പോപ്പുലേഷനിൽ, വൃദ്ധന്മാർ ഉൾപ്പെടുന്ന വിഭാഗത്തിൽ ഈ രണ്ടുപേരെ നമുക്ക് കാണാൻ കഴിയും. അതായത് രോഗപ്രതിരോധമെന്ന ഉദ്ദേശത്തോടെ വരുന്നവരും നിലവിലുള്ള വാർദ്ധക്യജന്യമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരും ഈ ഗ്രൂപ്പിലുണ്ടാകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സകൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ മൂന്ന് വിഭാഗത്തിനും മൂന്ന് തരത്തിലുള്ള സമീപനമാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ വിഭാഗത്തെ പറ്റിയിട്ട് ചിന്തിക്കാം. ഒരു കൊല്ലം മുഴുവൻ കർക്കിടക ചികിത്സയ്ക്ക് ശേഷം രോഗങ്ങൾ വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. പൊതുവെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്ന ആയുർവേദ ചികിത്സകൾ എടുക്കുക വളരെ അഭികാമ്യമാണ്. അതിൻ്റെ അകത്ത് അഭ്യംഗം വരുന്നുണ്ട്, മേലെണ്ണ തേപ്പ് വരുന്നുണ്ട്, അതുകൂടാതെ സ്വേദനം, വിയർപ്പിക്കുക, ഇതെല്ലാം പഞ്ചകർമ്മങ്ങളുടെ പൂർവ്വകർമ്മങ്ങൾ എന്നുള്ള നിലയിലാണ് കരുതപ്പെടുന്നത്. ഈ സ്നേഹസ്വേദം അല്ലെങ്കിൽ എണ്ണ തേപ്പും വിയർപ്പിക്കലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വമനം, ഛർദ്ദിപ്പിച്ച് ഉള്ളിലുള്ള ദോഷങ്ങളെ പുറത്ത് കളയുക, അതുപോലെ വിരേചനം വഴി പർഗേഷൻ ഇൻഡ്യൂസ് ചെയ്ത് ഉള്ളിലുള്ള ദോഷങ്ങളെ പുറത്ത് കളയുക. പിന്നീട് വസ്തി എന്ന് പറയുന്ന ഒരു ചികിത്സാക്രമം. ഈ വസ്തി എന്ന് പറയുന്ന ചികിത്സാക്രമം സ്നേഹവസ്തി, കഷായവസ്തി, ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. സ്നേഹവസ്തിയിൽ നമ്മൾ ഓയിൽ കൊണ്ട് ഏനൽ റൂട്ട് വഴി നമ്മൾ ഔഷധങ്ങൾ പ്രയോഗിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗം ആളുകളെ പറ്റി ചിന്തിക്കാം. ഈ രണ്ടാമത്തെ വിഭാഗം ആളുകൾ വരുന്നത് കർക്കിടകത്തിൽ പ്രത്യേകിച്ച് രോഗം മൂർച്ഛിച്ച ആളുകളാണ്. കർക്കിടകമെന്ന ഋതുവിൻ്റെ പ്രത്യേകത കൊണ്ട് വാതരോഗങ്ങൾ വല്ലാതെ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകും. നമുക്കറിയാം, നടുവേദന, മുട്ടുവേദന, അതുപോലെ മറ്റുള്ള സന്ധികളിലെ വേദനകൾ, ഇതെല്ലാം ഉള്ള രോഗികൾക്ക് കർക്കിടക ഋതുവിൽ പ്രത്യേകിച്ചും ഈ രോഗങ്ങളെല്ലാം വളരെ കൂടുതലായ അവസ്ഥ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ ചികിത്സയ്ക്കായിട്ട് കർക്കിടക ഋതുവിൽ പ്രത്യേകിച്ച് നമ്മളെ സമീപിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ കർക്കിടക ചികിത്സയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൂടാതെ ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച് ധാരാളം രോഗങ്ങൾ കർക്കിടകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ശ്വാസമുട്ട് വളരെയധികം ഉപദ്രവകരമായിട്ട് ഈ കർക്കിടക ഋതുവിൽ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി ചിന്തിക്കാം. അത് വാർദ്ധക്യത്തോടനുബന്ധിച്ച് ഉള്ള രോഗങ്ങൾ പിടിപെട്ടവരും അതുപോലെ വൃദ്ധർക്കും രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ. ജരാജന്യ രോഗങ്ങൾ, വാർദ്ധക്യാവസ്ഥയിൽ ഇന്ദ്രിയങ്ങളുടെ ബലം പൊതുവെ കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ചെവിയിൽ എണ്ണ നിർത്തുക, അല്ലെങ്കിൽ സർവാംഗ അഭ്യംഗം, മേല് മുഴുവൻ എണ്ണ തേക്കുക തുടങ്ങിയതെല്ലാം ശീലിക്കുന്നത് ദിനേന ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കർക്കിടക ഋതുവിൽ വളരെ വിശേഷപ്പെട്ടതാണ്. ഭരതപ്രതിഷ്ഠയാൽ ധന്യമായ മഹാക്ഷേത്രമാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം. ഉപദേവതയില്ലാത്ത, ദീപാരാധനയില്ലാത്ത വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെ പോലെ അപൂർണമായ ക്ഷേത്രമാണ്. നാലമ്പല ദർശനക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. നാലമ്പല ദർശനത്തിൽ തൃപ്രയാറിൽ നിന്നും ഭക്തർ എത്തേണ്ടത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. ഭരതനാണ് വിഗ്രഹം, ഉപദേവതമാരില്ല. 3 കൈകളിൽ കോദണ്ഡം, ചക്രം, ശംഖ എന്നിവയും അഭയമുദ്രയോടുകൂടിയതുമായ പ്രതിഷ്ഠ. ഇരുനില വട്ട ശ്രീകോവിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. പ്രതിഷ്ഠ ഭരതന്റേതെങ്കിലും പൂജകൾ മഹാവിഷ്ണുവിനാണ്. വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പരിരക്ഷിക്കാൻ കായംകുളം രാജധാനിയിൽ നിന്നും കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്തു വെച്ചപ്പോൾ അത് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നുവെന്നാണ് ഐതിഹ്യം. അന്നു മുതലാണ് കൂടൽമാണിക്യ ക്ഷേത്രം എന്നറിയപ്പെടുന്നതത്രേ. പൂജകൾക്ക് ചന്ദനത്തിരിയും കർപ്പൂരവും ഉപയോഗിക്കില്ല. ഉപദേവതയില്ല, ദീപാരാധനയില്ല. വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെപ്പോലെ അപൂർണം. ഇങ്ങനെ സംഗമേശന ചിട്ടവട്ടങ്ങളിൽ പോലും പ്രത്യേകതകൾ ഒട്ടനവധി. 6 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽമാണിക്യം.
പുറപ്പെടാശാന്തിയാണ് ഇവിടെയുള്ളത്. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടലുമൊക്കെ ഇവിടെ പ്രധാന ചടങ്ങുകളാണ്. താമരപ്പൂമാല ഭഗവാന് കൂടുതൽ പ്രിയമാണ്. താമരമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ സകല വിഘ്നങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ലെങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. താമരയും തെച്ചിയും തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ. തിടപ്പള്ളിയിൽ അവിലും പൂവൻപഴവും നേദ്യമുണ്ട്. ദുർഗയ്ക്കും ഭദ്രകാളിക്കും ഉത്സവകാലത്ത് മാത്രമാണ് നേദ്യമുള്ളത്. വഴുതനങ്ങ നിവേദ്യം ഈ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് ഒരു ക്ഷേത്രങ്ങളും ഇല്ലാത്ത ഒരു ഔഷധമാണ്. ഉദരസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായിട്ടുള്ള ഒരു ഉത്തമ ഔഷധമാണ് നെയ്യിലും ഉപ്പിട്ട് നേദിച്ചിട്ടുള്ള ഈ വഴുതനങ്ങ നിവേദ്യം. അതുപോലെ ഒരു പ്രധാന വഴിപാടാണ് താമരമാല ചാർത്തൽ. ഭക്തജനങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങളാണ് താമരമാല ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ ചാർത്തുന്നതിന് വേണ്ടി രശീതാക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ കുളം കുലീബിനി തീർത്ഥം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ആവശ്യത്തിന് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുകയുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് 3 ഏക്കറോളം വിസ്തീർണമുള്ള വലിയൊരു കുലീബിനി തീർത്ഥം തന്നെയുണ്ട്. മീനൂട്ട് നടത്തുന്നതിനും ധാരാളം ആളുകൾ അതിനുവേണ്ടിയും ചീട്ടാക്കാറുണ്ട്. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നുണ്ട്. രാമായണ മാസത്തിൽ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിൽപ്പന വിപണിയിൽ തുടരുക തന്നെയാണ്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന വിൽപ്പനയ്ക്ക് പ്രധാന കാരണം US പുതിയ താരിഫ് പ്രഖ്യാപനം, ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുമാണ്. ഇന്നലെ പുറത്തു വന്ന റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗത്തിൽ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇത് വിപണി പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ അതിന് കാര്യമായ വിപണിയെ സ്വാധീനിക്കാനായിട്ടുമില്ല. ഇനി വരും ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ 24,500 എന്നുള്ള മുൻനിര സൂചികയുടെ നിഫ്റ്റിയുടെ പ്രധാന നിലവാരം ഭേദിച്ചേക്കാം. കഴിഞ്ഞ 2 തവണ ആ ഒരു നിലവാരത്തിൽ വരികയും അവിടെ നിന്ന് തിരിച്ചു കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അതൊരു ശക്തമായ അടിസ്ഥാന നിലവാരമായി കണക്കാക്കാവുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കാം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും പല ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. ഇതും വിപണിയുടെ നീക്കത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. നന്ദി ശ്രീ ദിലീപ്. ജനമ തിരോധാന കേസിൽ പ്രതി CM സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പലതവണ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല. ആദ്യം DNA പരിശോധനയ്ക്ക് അയച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം കിട്ടുന്ന മുറയ്ക്ക് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ആലപ്പുഴയിലെ കേസുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകിയേക്കും. സെബാസ്റ്റ്യനുമായി അടുപ്പമുള്ളവരുടെ വിശദമായ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു തീരുമാനം. ഇന്നലെ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു. വേണ്ടി വന്നാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിലും കോഴി ഫാമിലും അന്വേഷണ സംഘം ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് റോസമ്മയുടെ വീട്ടിലും പരിശോധന നടത്തുന്നത്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. റോസമ്മയുടെ വീടിന്റെ ഭാഗത്തും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് റോസമ്മയുടെ വീടിന്റെ പരിസരവും കുഴിച്ച് പരിശോധിക്കാനാണ് തീരുമാനം. ഓണമിങ് എത്താറായി. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ആഘോഷകാലമായാൽ തിങ്ങി നിറയുന്ന ചാല മാർക്കറ്റിൽ ഇന്ന് ആളൊഴിഞ്ഞ അവസ്ഥയാണ്. ചെറുകിട കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. അനന്തപുരിയുടെ ആഘോഷങ്ങൾക്ക് രുചി പകരുന്ന വിഭവങ്ങൾക്കായുള്ള പച്ചക്കറികളിലേറെയും എത്തിയിരുന്നത് ചാല മാർക്കറ്റിൽ നിന്നാണ്. അനേകം ചെറുകിട കച്ചവടക്കാർ ഉപജീവനത്തിനായി മാർക്കറ്റിനെ ആശ്രയിക്കുന്നു. ചെറിയ വിലയിൽ നല്ല പച്ചക്കറി ലഭിക്കുന്നു എന്നതാണ് അന്നും ഇന്നും ഇവിടുത്തെ പ്രത്യേകത. എന്നാൽ വില കുറഞ്ഞിട്ടും ആളുകൾ എത്തുന്നില്ല എന്നാണ് കച്ചവടക്കാരുടെ പരാതി. തറവല സാധനമായി ആളില്ല. മാർക്കറ്റ് ഈ മുമ്പേ ഒരു 10 കൊല്ലം ഇപ്പോൾ സജീവമായിട്ട് ആൾ കാണും. ആളില്ല, ഭാഗ്യമായി. വെള്ളരിക്ക കിലോ 40 രൂപ, ക്യാരറ്റ് കിലോ 60 രൂപ, ബീട്രൂട്ട് കിലോ 50 രൂപ, പച്ചമാങ്ങ കിലോ 80 രൂപ എന്നിങ്ങനെയാണ് പച്ചക്കറികളുടെ വില.
ഓണം എത്തിയാലും വലിയ വിലവർധനവ് ഉണ്ടാകില്ലെന്നും വില തീരെ കുറച്ചാലും വൻകിട സ്ഥാപനങ്ങളെ പച്ചക്കറികൾക്കായി ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്നത് വലിയ തിരിച്ചടിയാണെന്നും വ്യാപാരികൾ പറയുന്നു. ബിസിനസ്സുകളില്ല, എല്ലാവരും കടകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 100 കടകളുണ്ടെങ്കിൽ ഇപ്പോൾ 50 കടകൾ തുറന്നിരിക്കുന്നു. എല്ലാ ബിസിനസ് വളരെ മോശം. മാർക്കറ്റിനകത്ത് ആളില്ല, ഒരു മനുഷ്യർ വരുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ 5 ചാക്ക് 10 ചാക്ക് ഒരു ദിവസം വിറ്റ് തരും. ഇപ്പോൾ 1 ചാക്ക് വിൽക്കണമെങ്കിൽ പകുതി തൂരക്കളയും, പകുതി വേസ്റ്റിൽ കളയും, പകുതി വിൽക്കും. ന്യായമായ വിലയ്ക്കാണ് പച്ചക്കറികൾ ലഭിക്കുന്നതെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. നല്ല പച്ചക്കറിയാണ്, ലാഭം തന്നെയാണ്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ചെറുകിട കച്ചവടക്കാർ കടന്നു പോകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക സൗഹൃദ ദിനത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു തൈ നടാം പദ്ധതി സംസ്ഥാനത്തെ കലാലയങ്ങളിലും ഓഫീസുകളിലും ആവേശകരമാണ്. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ സൗഹൃദം പങ്കുവച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വിവിധയിനം ഫലവൃക്ഷ തൈകൾ നട്ടു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. സുഹൃത്തിനൊരു വൃക്ഷത്തൈ എന്ന ആശയവുമായാണ് ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ സംസ്ഥാനത്തെ കലാലയങ്ങൾ, ഓഫീസുകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലെല്ലാം ഹരിത കേരള മിഷൻ നടപ്പാക്കുന്നത്. നെറ്റ് സീറോ കാർബൺ കേരളം, പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി. 25 ലക്ഷത്തിലധികം തൈകൾ നട്ടുകഴിഞ്ഞു. കാസർഗോഡ് പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ സുഹൃത്തുക്കളുടെ പേരുകൾ ചേർത്ത ട്രീ ടാഗുള്ള ഫലവൃക്ഷത്തൈ നടൽ വിദ്യാർത്ഥികളിൽ പരസ്പര സൗഹൃദവും പരിസ്ഥിതി ബോധവും പങ്കുവച്ചു. വിദ്യാർത്ഥികൾക്കിടയിലെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ പുത്തൻ ചുവടായി മാറി ഒരു തൈ നടാം പദ്ധതി. സുഹൃത്തിന് ഒരു തൈ കൈമാറുക വഴി സുഹൃത്ത് ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുക എന്നൊരാശയമായിരുന്നു NSS LBS യൂണിറ്റ് മുന്നോട്ട് വെച്ചത്. NSS യൂണിറ്റിന്റെയും NRPSന്റെയും ബയോ പാർക്കിന്റെയും നേതൃത്വത്തിൽ ബയോ പാർക്കിനകത്തുള്ള ഫ്രൂട്ട് പാർക്കിലാണ് ഈ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഫലവൃക്ഷ തൈകളായ മാവ്, നെല്ലി, സപ്പോട്ട, മിറാക്കിൾ ഫ്രൂട്ട്, പേര എന്നീ മരങ്ങളാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചത്. മുഴുവൻ NSS വോളണ്ടിയേഴ്സിന്റെ അടുത്ത മാസം 30-നകം 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത്. മണ്ണുമായുള്ള ജൈവബന്ധവും സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധവും മഹാവൃക്ഷം പോലെ വളരട്ടെ എന്ന സന്ദേശവും ക്യാമ്പസുകളിലേക്ക് പകർന്നു നൽകുന്നതാണ് പരിപാടി. അമൃത ന്യൂസ്, കാസർഗോഡ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിർണായക യോഗം ഇന്ന് ചേരും. സാലറി കട്ട് ഉൾപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മോഹൻ ബഗാൻ, FC ഗോവ, ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബ്ബുകളോട് പ്രതിനിധികളെ അയക്കാൻ AIFF ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.